ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ തോരും മുൻപേ എന്ന് പറയുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു അനാഥ പെൺകുട്ടിയുടെ കഥ പറയുന്ന ഈ ഒരു സീരിയൽ വളരെ മനോഹരമായിട്ടുള്ളതാണെന്ന് എപ്പിസോഡിൻ്റെ ചെറിയ ചെറിയ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ആ ഒരു കഥ കേട്ട് നോക്കാം അല്ലേ. ഇന്ന് തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയുടെ അമ്മയായ പ്രജിത്താമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുക. അപ്പോൾ അവരാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഈ ഒരു സമയത്ത് ഡോക്ടേഴ്സ്, നേഴ്സ് ഇവരെല്ലാവരും വന്ന് അവരെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബോധം തെളിഞ്ഞു. അപ്പോൾ ഇത് തൻ്റെ ഓർഫണേജ് അല്ല എന്നുള്ളത് മനസ്സിലായി. അയ്യോ, ഞാനിത് എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെപ്രാളം കൂട്ടുന്ന സമയത്ത് അടുത്ത് നിന്ന് നേഴ്സുമാരൊക്കെ ഇങ്ങനെ അമ്മയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ അമ്മയോട് സംഭവിച്ചതൊക്കെ പറയാം. ആ സമയത്ത് ഇവരുടെ ഓർഫണേജിൻ്റെ രജത ജൂബിലി എന്ന് പറയുന്ന വലിയൊരു ഫംഗ്ഷൻ അവിടെ നടക്കുന്നു. വലിയ മിനിസ്റ്ററും മറ്റു ആൾക്കാരൊക്കെ അവിടെ വരുന്നു. അലീനയും കൂട്ടുകാരും ചേർന്ന് നല്ല മനോഹരമായിട്ടുള്ളൊരു നൃത്തമൊക്കെ അവിടെ കാഴ്ചവെച്ചു. അതിനുശേഷമാണെന്നുണ്ടെങ്കിലും മിനിസ്റ്റർ അങ്ങോട്ടേക്ക് വന്നു. അദ്ദേഹം ഈ പ്രതിഷ്ഠാമ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ അവിടെ പ്രസംഗിച്ചു. അതിനുശേഷം അവരുടെ ആ ഒരു ഓർഫനേജിന് വേണ്ടുന്ന ആ ഒരു സംഭാവനകളും കാര്യങ്ങളും ഇതെല്ലാം അദ്ദേഹം ഓഫർ ചെയ്തു. അങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞ് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം പോയപ്പോൾ ഇവരെ യാത്രയാക്കാനങ്ങ് പോവുകയും ചെയ്തു. ഇറങ്ങിക്കഴിഞ്ഞപ്പം എന്നാലും സാർ വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്, അദ്ദേഹം വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ അമ്മ പറയുമ്പം, അയ്യോ അങ്ങനെയൊന്നും നന്ദി പറഞ്ഞൊരു വാക്കുകൊണ്ട് തീർക്കല്ലെന്നും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഒരുപാട് നന്ദി അമ്മയോട് തിരിച്ചു പറഞ്ഞിട്ട് അവിടുന്ന് പോവുക. ഇത് കഴിഞ്ഞ് പിന്നെ അമ്മ കയറി വന്നു. അവിടെ എല്ലാവരുടെയും മുന്നിൽ ആ സദസ്സിൽ നിന്നും സംസാരിക്കുകയാണ്. തനിക്ക് സ്വന്തമായൊരു കുടുംബം ഉണ്ടായിരുന്നെന്നും അവിടെ തനിക്കെല്ലാം ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, 2 മക്കളുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, എല്ലാം പറഞ്ഞു. പിന്നെ വലിയൊരു അപകടത്തിൽ, അതുപോലെ തന്നെ വിദേശത്ത് താമസിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ വലിയൊരു അപകടത്തിൽ തൻ്റെ 2 മക്കളും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ താൻ ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോയി, തനിക്ക് പിന്നെ ആരും ഇല്ലെന്നാണ് താൻ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ചിന്തിച്ചതെന്നൊക്കെ അമ്മ പറയുക. അന്ന് ദൈവം എനിക്കൊരു ഉൾപ്രേരണ നൽകി, ആരും ഇല്ലാത്തവർക്ക് വേണ്ടി ഇനി ജീവിക്കണമെന്നുള്ള പറഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ അമ്മ പറയുന്നതെല്ലാം കേട്ട് അലീനയും ബാക്കിയുള്ളവരൊക്കെ നിറകണ്ണുകളോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അമ്മയുടെ ഒരു അവസ്ഥ കേട്ടിട്ട്. അങ്ങനെയാണ് സ്നേഹനികേതനം എന്നുള്ള ഒരു ആശയം എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നതെന്നൊക്കെ അമ്മ പറയുക. അങ്ങനെ എൻ്റെ സാമർഥ്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒന്നുമല്ല, കനിവ് പറ്റാത്ത മനുഷ്യരുടെ ഹൃദയകാരുണ്യം കൊണ്ടാണ് സ്നേഹനികേതനം അന്നു മുതൽ ഇന്ന് വരെ പുലർന്നു പോയിരുന്നതെന്ന കാര്യം അമ്മ ഇങ്ങനെ പറയുക. ഇന്ന് ഉച്ചയ്ക്ക് സ്നേഹനികേതനത്തിലെ പാവങ്ങൾക്ക് വിളമ്പാൻ ചോറില്ലല്ലോ, അരി വാങ്ങാൻ പൈസ ഇല്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഓർക്കാപ്പുറത്ത് ഓട്ടോറിക്ഷയിൽ ഒരു ചാക്ക് അരി കൊണ്ടുവന്ന് ഇറക്കി തന്നിട്ട് പോയവര്, സ്നേഹനികേതനത്തിൻ്റെ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ പണമില്ലാതെ നട്ടം തിരിയുമ്പോൾ 5000-ഉം 10,000-ഉം സംഭാവന തന്നിട്ട് പോയവർ, ഒപ്പം ഉപ്പും മുളകും ആട്ടയും പഞ്ചസാരയും പച്ചക്കറികളും ഒന്നുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അതെല്ലാം കൊണ്ടുവന്ന് തന്നിട്ട് പോയവർ, അങ്ങനെ സന്മനസ് കാണിച്ച ഓരോ മനുഷ്യരും ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതെന്നുള്ള കാര്യമൊക്കെ പറയുക അമ്മ. ഇതൊക്കെ കേട്ട് അലീന ഭയങ്കര കരച്ചിൽ. അപ്പോൾ അവരുടെ പേരോ നാടോ ഊരോ ഒന്നും ഞങ്ങൾക്കറിയില്ല, എങ്കിലും നെഞ്ചിൽ കൈവച്ച് എനിക്ക് പറയാൻ കഴിയും, ഞാനല്ല അവരെ പോലെയുള്ള നന്മയുടെ പ്രകാശം പടർത്തുന്ന മനുഷ്യരാണ് ഈ സ്നേഹനികേതനത്തിൻ്റെ യഥാർത്ഥ പരിപാലകരെന്ന് പറഞ്ഞ് പറയും കേട്ടോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന ഇങ്ങനെ കൂട്ടുകാരികളുടെ നേരെ കൈയൊക്കെ ഇങ്ങനെ കാണിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അമ്മ തൻ്റെ ഇതെല്ലാം പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ പെട്ടെന്ന് അവിടുന്ന് കുഴഞ്ഞു വീഴുകയുണ്ടായത്. പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് അമ്മയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയായിരുന്നു. അലീനയുടെ കൈകളിലേക്കാണ് അമ്മ കിടന്നത്. ഓടി വന്ന് അമ്മയെന്നും പറഞ്ഞ് ഇങ്ങനെ കയ്യിൽ പിടിച്ചു കേട്ടോ. പെട്ടെന്ന് അമ്മയെ ഹോസ്പിറ്റലിലേക്ക് ആക്കി. പിന്നെ അപ്പോൾ അമ്മ എന്തെങ്കിലും രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നോ എന്ന് ആ ഡോക്ടർ ചോദിച്ചു. അപ്പോൾ പ്രമേഹത്തിന് മരുന്നുണ്ടെന്ന് പറഞ്ഞു. എത്ര വർഷമായി ഡയബറ്റിക് ആയിട്ടെന്ന് ചോദിച്ചപ്പോൾ 20-25 വർഷമായി കാണുമെന്ന് അമ്മ ഡോക്ടറോട് പറയാം. അപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ചെക്കപ്പൊക്കെ നടത്തിയിട്ട് എത്ര നാളായെന്ന് ചോദിച്ചു. അപ്പോൾ ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടറാണ് നോക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞതാ ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാണെന്ന്. അപ്പം നമുക്കിവിടെ ചില ടെസ്റ്റുകളൊക്കെ നടത്താനുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എന്തിനാ അമ്മ ചോദിച്ചു കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് നോക്കണം, ECG നോക്കണം, അപ്പോൾ അങ്ങനെ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അയ്യോ വേണ്ട ഡോക്ടർ എന്താ വിചാരിച്ചേ, ഞാൻ കോടീശ്വരി ആണെന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ ഈ ഡോക്ടർ ഇതൊക്കെ പറഞ്ഞപ്പോൾ. സ്നേഹനികേതനത്തിലെ പാവങ്ങൾക്ക് ആഹാരം കഴിക്കാനുള്ള പൈസ എടുത്ത് നിങ്ങൾക്ക് തരാനോ ഒരിക്കലും നടക്കില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളെ നിർബന്ധിക്കുന്നൊന്നുമില്ല, കിടന്നോളാൻ പറഞ്ഞു ഡോക്ടർ. 24 മണിക്കൂർ ഒബ്സർവേഷനിലാണെന്ന് പറഞ്ഞു കേട്ടോ ഡോക്ടർ.
അവരെന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഹെൽത്ത് സെൻറ്ററിൽ പോയാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുമ്പം അത് പോരാ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പ് വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഓരോ യന്ത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും, എന്നെ അതിനൊന്നും നോക്കണ്ട, എന്നെ അതിനൊന്നും കയറ്റണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പറയുക. നിങ്ങൾക്ക് ടാർഗറ്റ് തികയ്ക്കാനാണെങ്കിൽ വലിയ പണക്കാരെ കയറി പിടിക്കാനായിട്ട് നമ്മുടെ അമ്മ പറയുന്നു. കാലിൻ്റെ നഖം മുറിഞ്ഞാലും MRIയും CT സ്കാനും ECGയും എൻ്റെ അടുത്ത് അതൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ വേണ്ടെങ്കിൽ വേണ്ട, ഇനി അതോർത്ത് ടെൻഷൻ അടിച്ച് അസുഖം കൂട്ടണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ അവിടെ കിടക്കുമ്പോൾ ഡോക്ടർ അവിടുന്ന് പോയി. അതിനുശേഷം എന്നെ ഇവിടെ കിടത്തണ്ടേ, എനിക്കിവിടെ കിടക്കാൻ പറ്റത്തില്ല, സ്കാനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ നേഴ്സാണെങ്കിൽ അമ്മയ്ക്ക് മരുന്നൊക്കെ കൊടുത്തു. പിന്നെ ബ്ലഡ് എടുക്കാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് എടുക്കാനിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ അലീനെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇറങ്ങി വന്നു. ഡോക്ടർ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ബോധം തെളിഞ്ഞിട്ടുണ്ട്, പക്ഷേ കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ലിവറിൽ സ്വെല്ലിംഗ് ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ലിവർ സിറോസിസ് ആണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടെൻഷനായി പോയി നമ്മുടെ അലീനയ്ക്ക്. ഇനി എന്ത് ചെയ്യും, ഒരു വഴിയില്ലാത്തൊരു വല്ലാത്തൊരിതിൽ കിടക്കല്ലേ അമ്മ. അപ്പോൾ ടെസ്റ്റിനൊന്നും അമ്മ സമ്മതിക്കുന്നില്ല, ഒന്നും ചെയ്യണ്ടെന്നാ പറയുന്നതെന്ന് പറയുമ്പോൾ ഒന്നും വേണ്ടെന്ന് വെക്കേണ്ടതൊക്കെ ചെയ്യാൻ ഡോക്ടർ എന്ന് പറഞ്ഞു അലീനെ. അപ്പം ഇന്നിപ്പോൾ റെസ്റ്റ് എടുക്കട്ടെ, വയറിന് നല്ല വേദനയും നീർക്കെട്ടും ഉണ്ട്, നാളെ നമുക്ക് സ്കാനിങ് നടത്താമെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോന്നു. അപ്പോൾ അലീനയാണെങ്കിൽ അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ, എന്ത് ചെയ്യുമെന്നോർത്ത്. എല്ലാവരും കൂടി ഇവിടെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞു. ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നാൽ മതി, ബാക്കിയുള്ളവർക്ക് പോകാം, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പറയാൻ ഒരാൾ വേണ്ടേ, ബാക്കി എല്ലാവർക്കും പോകാം കേട്ടോ എന്നും ഡോക്ടർ പറഞ്ഞു കേട്ടോ. അത് കേട്ട് കഴിഞ്ഞപ്പം ഞാനിവിടെ നിന്നോളാം, ബാക്കി എല്ലാവരും പോയിക്കോളാനായിട്ട് അലീന അവരോടെല്ലാവരോടും പറഞ്ഞു. ആ സമയത്ത് ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ അവർ. അപ്പോൾ മോളെ നീ വേണം നാളെ രാവിലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനെന്ന് അലീനയോ പറയുമോ കൂടെയുള്ളവർ. അപ്പോൾ ഞാനും അമ്മയും അവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ അനിയത്തി കരയാം. അപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ അലീനെ കൊച്ചു പറഞ്ഞു. ഞാനുണ്ടല്ലോ അമ്മയുടെ കൂടെ, നീ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കൂടെ വന്ന സിസ്റ്ററേയും ചേച്ചിയെയും അനിയത്തിയും കൂടെ പറഞ്ഞു വിടുക. എന്നാൽ പിന്നെ ഞങ്ങളങ്ങ് പോവാല്ലേ എന്ന് പറഞ്ഞു കേട്ടോ സിസ്റ്റർ. അപ്പോൾ ശരി പൊയ്ക്കോ സിസ്റ്ററെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോകുന്ന ഈ ഒരു സമയത്ത് അനിയത്തി കൊച്ചിന് അവിടുന്ന് പോകാൻ തോന്നുന്നില്ല. മോള് ചെല്ലെന്നും പറഞ്ഞ് അലീനെ നിർബന്ധിച്ച് എന്നെ പറഞ്ഞു വിടുക. അപ്പോൾ പോട്ടെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവരും പോയി. അങ്ങനെ അവരവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അലീനയാണെങ്കിൽ ഇവിടെ തകർന്ന് നിൽക്കുക. ആ സമയത്ത് അമ്മയെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പം എന്നെ എവിടെ കൊണ്ടുപോകാണെന്ന് ചോദിച്ചപ്പോൾ CT സ്കാൻ എടുക്കാൻ കൊണ്ടുപോകാണെന്ന് പറഞ്ഞു. വേണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വഴക്കുണ്ടാക്കുക. അപ്പോൾ അയ്യോ അമ്മ അതിൻ്റെ ബില്ലൊക്കെ അടച്ചതാ, ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മോളെ വല്ല കാര്യമുള്ളതാണോ, വെറുതെ പൈസ കളയാനായിട്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുന്നു. നിർബന്ധിച്ച് അവരിങ്ങനെ കൊണ്ടുപോകും കേട്ടോ അമ്മേ. അതിനുശേഷം അകത്ത് കയറ്റി. ഈ നേരത്ത് നമ്മുടെ അലീന ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അമ്മയുടെ റിസൾട്ട് എന്താകും എന്നുള്ളൊരു ടെൻഷനുണ്ട് അലീനയ്ക്ക്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അലീനയുടെ അനിയത്തി വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു, ഡ്രസ്സൊക്കെ ആയിട്ട് വന്നു. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ചേച്ചി അവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നത് കണ്ടത്. അപ്പോഴേക്കും മോടി അടുത്തേക്ക് ചെന്നു. ചേച്ചി സ്കാനിങ് കഴിഞ്ഞു എന്ന് ചോദിച്ചു. കഴിഞ്ഞു. ഇപ്പം ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ രാവിലെ കിട്ടി മോളെ എന്ന് പറയാം. അപ്പോഴത്തേക്കും അലീനയ്ക്ക് ഭയങ്കര കരച്ചിലും ഭയങ്കര ടെൻഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര തകർന്നിരിക്കുക കേട്ടോ. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് മോളെ എന്ന് അലീന പറയുമ്പോൾ, അത് ചികിത്സിച്ചാൽ മാറുന്നല്ലേ ചേച്ചി, ഇവിടെ തന്നെ കൊണ്ടുവന്ന് നന്നായല്ലേ ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പം എന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ ഇരിക്കുക. പക്ഷേ എന്താണെന്നുള്ള ഒരിത് കറക്റ്റായിട്ട് അനിയത്തി കൊച്ചിനും അറിയില്ല, അത് അലീന പറഞ്ഞിട്ടുമില്ല. അതെ മമ്മിയുടെ ഡ്രസ്സും പിന്നെ ചേച്ചിക്ക് ഡ്രസ്സ് മാറണമെങ്കിൽ അതും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ, സ്നേഹനികേതനത്തിലെ കാര്യമൊക്കെ നീ നല്ലപോലെ നോക്കിയില്ലെന്ന് ചോദിച്ചപ്പം കോൺവെൻറ്റിൽ നിന്ന് സിസ്റ്റർ ലീന വന്നിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനായിട്ടെന്ന് പറയുമ്പം നന്നായി, നീ ഒറ്റയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി എന്ന് പറയാം കേട്ടോ. എന്നാൽ നീ പൊയ്ക്കോളാൻ പറഞ്ഞു. നമ്മൾ രണ്ടുപേരും അല്ലെങ്കിൽ മമ്മി അവിടെ ഇല്ലെങ്കിൽ ചിന്നുമോള് കരഞ്ഞ് ബഹളം വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പം മമ്മി ഒന്ന് കണ്ടിട്ട് പൊക്കോളാന്ന് പറഞ്ഞപ്പോൾ നിൽക്കേണ്ട മോളെ, ഞാൻ മമ്മിയെ കൂട്ടിക്കൊണ്ട് വന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അനിയത്തി കൊച്ചിനെ ഇങ്ങനെ പറഞ്ഞു വിടാൻ നോക്കുക കേട്ടോ. ആ സമയത്ത് ദാ ചേച്ചി ബാഗ് ഇരിപ്പുണ്ട് കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞു. വേണ്ട മോളെ, അത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. വേണ്ടേ, ഇവിടെ ചികിത്സിക്കാൻ മമ്മി സമ്മതിക്കില്ല, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കാമെന്ന് പറയുമ്പോൾ ആണോ, എന്നാ ചെയ്യും, എനിക്ക് അറിഞ്ഞൂടാ, മോള് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നു. അതിനുശേഷം ഈ ഡീറ്റെയിൽസ് എല്ലാം കാര്യമായിട്ട് നമ്മുടെ ഡോക്ടർ നോക്കുക. അപ്പോൾ ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര ക്രിട്ടിക്കൽ ആണല്ലോ എന്ന് പറഞ്ഞു. അതെ, അപ്പോൾ നോൺ ആൽക്കഹോളിക് ആണല്ലോ പേഷ്യൻ്റ്, ഇത് എന്താണെന്ന് എനിക്കറിയില്ല ഡോക്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് ഈ ഡോക്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം.
അതും അമ്മയുടെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോഴത്തേക്ക് നേഴ്സിനെ വിളിച്ചു. ആ സ്നേഹനികേതനത്തിലെ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡറെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അലീനയെ വിളിപ്പിക്കുകയാണ് ഡോക്ടർ. അങ്ങനെ പ്രജിത്താമ്മയുടെ ബൈസ്റ്റാൻഡറെ ഡോക്ടർ വിളിക്കുന്നുണ്ട്, വരാൻ പറഞ്ഞു. അങ്ങനെ അലീന ഡോക്ടറുടെ അടുത്തേക്ക് കയറി വന്നു. അപ്പോൾ കുട്ടി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അലീന അവിടെ ചെന്ന് ഡോക്ടർ പറയുന്ന കേൾക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ് ആണോ എന്ന് ചോദിച്ചപ്പം അത് ഞങ്ങളുടെ എല്ലാവരുടെയും മമ്മിയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബ്ലഡ് റിലേഷനോ മറ്റോ ആണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും അതിനേക്കാളും വലിയ ബന്ധമാണെന്ന് അലീന പറയുക കേട്ടോ. അപ്പോൾ ശരി, ആയിക്കോട്ടെ, ഞാൻ ഉള്ള കാര്യം നിങ്ങളോട് തുറന്നു പറയാം. എല്ലാ പരിശോധനകളും കഴിഞ്ഞു. ഇപ്പോഴും പേഷ്യൻറ്റിൻ്റെ വിചാരം ഹെൽത്ത് സെൻറ്ററിലെ മരുന്നുകൾ മാത്രം മതി എന്നുള്ളതാണെന്ന് പറഞ്ഞപ്പം എന്ത് അസുഖം വന്നാലും ഞങ്ങൾ അവിടെ പോകാറ് എന്ന് അലീന പറയുക കേട്ടോ. ഇത് അങ്ങനത്തെ ഒരു അസുഖമല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ വിശദമായിട്ട് അലീനയോടെല്ലാം പറയുകയാണ്. കരൾ രോഗമാണ് പേഷ്യൻറ്റിനും, സെല്ലിങ്ങും ഉണ്ട്, ഇൻഫ്ലമേഷനും ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അലീന ആകെ തകർന്നിങ്ങനെ ഇരിക്കുക. ഇനി രക്ഷപ്പെടാനുള്ള ചാൻസിനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസേഴ്സ് ആണെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആരുമില്ല ഒന്നും ചെയ്യാനായിട്ട്. തകർന്ന തരിപ്പണമായിട്ട് അലീന അവിടെ എങ്ങനെ ഇരിക്കുക കേട്ടോ. ഞങ്ങളിതിനെ CLD എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം. സിറോസിസ് ഒന്നും സാധാരണയായി പറയാറുണ്ട്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയാം. ഇനിയിപ്പോൾ അമ്മയുടെ അവസ്ഥയെപ്പറ്റിയൊക്കെ പറഞ്ഞ് കേട്ടപ്പം ഇതിനെന്താണ് ഡോക്ടർ ഒരു മാർഗമെന്ന് ചോദിച്ചപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ വേറൊരു ചികിത്സയില്ല ഇതിനെന്നുള്ള കാര്യം പറയുമോ. അത് കേട്ടപ്പോൾ ആ മകളാകെ തകർന്നു പോയി. എവിടുന്ന് എങ്ങനെ എടുത്ത് നടത്തുമെന്നുള്ളൊരിതിൽ. അതിനുശേഷം പിന്നെ ഡോക്ടർ പറഞ്ഞ വിവരങ്ങളെല്ലാം വെച്ച് നമ്മുടെ അലീന അവിടെ നിന്ന് പോവും. അമ്മ ഇതൊന്നും അറിയാതെ പുറത്തിങ്ങനെ കിടക്കുവാണ്. ആ സമയത്ത് വാ പൊത്തിപ്പിടിച്ച് ആരും കേൾക്കാതെ അവിടെ നിന്ന് വിങ്ങി പൊട്ടി അലീന കരഞ്ഞ് ചങ്ക് പൊട്ടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. ഇനിയും തുടങ്ങിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ എല്ലാവരുടെയും കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും മിക്കവാറും കഥ വരാൻ പോകുന്നത്. എവിടെ വെച്ച് എങ്ങനെയൊക്കെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണേ. താങ്ക്